കൂടുതൽ ബേഡുകളുടെ കേജിൽ ഫുഡുകൾ വെക്കരുത്, സോഫ്റ്റ് ഫുഡുകൾ, അതുപോലെ പെല്ലറ്റുകൾ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഈ ചില ഓരോ സ്ഥലത്ത് പല കാലാവസ്ഥയായിരിക്കും. ഇപ്പം എൻ്റെ ഈ സ്ഥലത്ത് ഇപ്പോൾ കുറേ ബേഡുകൾക്ക് ഈ സമയത്ത് തന്നെ ബ്രീഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യം നോക്കിയിട്ട് ബ്രീഡിങ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അവർക്കറിയില്ല, അവർ ബ്രീഡാകാൻ ടൈമുകളൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവർ ഫുൾ ടൈം ബ്രീഡിങ് ടെൻഡൻസി കാണിക്കും. അതുമ്പോൾ നമ്മൾ ബ്രീഡിങ് ബോക്സൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കരുത് ബേഡ്സിന്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട ബേഡുകൾ ചിക്സുകളാണ്, ഏകദേശം ഒരു 2 മാസം പ്രായമായിട്ടുള്ള ചിക്സുകൾ. അപ്പോൾ അവർക്ക് നമ്മൾ ആ ഒരു കേജാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം അതിനേലും ഒരുപാട് ഏജ് വ്യത്യാസമുള്ള ബേഡുകൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു 3-4 മാസം പ്രായം കഴിഞ്ഞ ബേഡുകളാണത്. ഇപ്പം ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഏജിൽ നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേഡുകളുടെ ഈ തല്ലുപിടുത്തം ഇപ്പം ഈ കഴിഞ്ഞിടക്കും അതുപോലെ തന്നെ മുമ്പും നമ്മൾ ചോദിച്ച കാര്യങ്ങളാണ്. ഈ സമയത്ത് ചിക്സുകൾ